ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പാൻ ചൂടായി വന്ന സമയത്ത് നമുക്ക് 2 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. നല്ല പൊടിയായി അരിഞ്ഞ് വേണം സവാള ചേർക്കാനായിട്ട്. നല്ലതുപോലെ നൈസായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ട് നിറമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത്. 1/4 സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ചതച്ച മുളക് ചേർക്കാം. പിന്നെ വേണ്ടത് മസാലയാണ്. ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 സ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരണം. പൊടിയൊക്കെ നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയെടുക്കാം. ചതച്ചമുളകൊക്കെ അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ടാണ് 1/4 സ്പൂൺ എടുത്തത്. പിന്നെ മസാലയ്ക്കും നല്ല എരിവാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എത്ര എരിവിനാണോ വേണ്ടത് അതനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. മുഴുവനെയാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത്. അതിനുശേഷം ഇഷ്ടമുള്ള സൈസിന് മുറിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തീ കുറച്ച് വെക്കേണ്ട കാര്യമില്ല. ഓൾറെഡി വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയൊക്കെ നല്ലതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ പീസിലൊക്കെ പിടിച്ച് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മസാല നന്നായിട്ട് പിടിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താലും മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതെനിക്ക് കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉടഞ്ഞു പോയിട്ടില്ല. അല്ലെങ്കിലും ഞാനിപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് ഈ മസാല മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് കഷ്ണത്തിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഈ ഇട്ട കാശ്മീരി മുളക് പൊടി ഈ മസാലയിലും ഉരുളക്കിഴങ്ങിലും ഒക്കെ പിടിച്ച് നല്ലതുപോലെ കളറ് കിട്ടും. അതേപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.